ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാത്സ് ക്ലാസ്. അപ്പോൾ നമ്മളിപ്പോൾ അൾജിബ്ര ഓഫ് സീക്വൻസസ് എന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സീക്വൻസിൻ്റെ അൾജിബ്രായിക് ഫോം, അതായത് അതിൻ്റെ ബീജഗണിത രൂപം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിന് റിലേറ്റഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആൻസർ ചെയ്തു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി 2 ക്വസ്റ്റ്യൻസാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക, പുറം കോണുകളുടെ തുക, ഒരു അകക്കോണിൻ്റെ അളവ്, ഒരു പുറം കോണിൻ്റെ അളവ് എന്നീ ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതുക. എന്താണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഇവിടെ നമുക്ക് റെഗുലർ പോളിഗൺസ് തന്നിട്ടുണ്ട്, അതായത് ജാമിതീയ രൂപങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ് ജാമിതീയ രൂപങ്ങൾ എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ജാമിതീയ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് റെഗുലർ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇതിൻ്റെയൊക്കെ, അതായത് അവരുടെ സൈഡുകളുടെ ലെങ്ത്തും അതേപോലെ അവരുടെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇവരുടെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ നോക്കൂ, ഈ ട്രയാങ്കിളിൻ്റെ ഇതിൻ്റെ ഓരോ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും സെയിം ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ സൈഡുകളുടെ ലെങ്ത്ത്, ഓരോന്നിൻ്റെ ലെങ്ത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് റെഗുലർ പോളിഗൺസിൻ്റെ പ്രത്യേകത. സോ ഇനി ഇതിൻ്റെ ഓരോ അളവുകൾ തന്നിട്ടുണ്ട്, അതായത് ഓരോ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കുക, അതേപോലെ പുറം കോണുകളുടെ തുക കാണാം. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബീജഗണിത രൂപം എഴുതുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് അകക്കോണുകളുടെ തുക. അപ്പോൾ അകക്കോണുകളുടെ തുക കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്: n-2 × 180. സം കാണാനുള്ള ഒരു ഇക്വേഷനാണിത്. സം = n-2 × 180. അപ്പോൾ ഈ കേസിൽ, അതായത് ഇവിടുത്തെ കേസിൽ n എന്ന് പറയുന്നത് 3 ആണ്. n എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ്, എത്ര സൈഡ്സിൻ്റെ ഇവിടെ? 1, 2, 3. അപ്പോൾ ഇവിടെ n = 3 ആണ്. ഇനി സ്ക്വയറിൻ്റെ കേസിൽ, അതായത് സമചതുരത്തിൻ്റെ കേസിൽ n = 4 ആണ്. എത്ര സൈഡ്സ് ഉണ്ട്? 4. ഇവിടെ എത്ര സൈഡുകളുണ്ട്? n = 5. ഇവിടെ എത്ര സൈഡ് ഉണ്ട്? n = 6. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് അറിയാലോ. ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, അതായത് ഒരു സമപഞ്ചഭുജ ത്രികോണം. ഇത് സ്ക്വയർ, അതായത് സമചതുരം. ഇതെന്ന് പറഞ്ഞ ഒരു പെൻറ്റഗൺ, അതായത് പഞ്ചഭുജം. ഇതൊരു സമഷഡ്ഭുജം, അതായത് ഹെക്സഗൺ. അപ്പോൾ ഇതിൻ്റെയൊക്കെ 2 ടേംസും മനസ്സിലാക്കി വെക്കുക. ഇംഗ്ലീഷ് ടേംസും മലയാളം ടേമുകളും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷനിൽ നമ്മൾ ഈ എന്നിന് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകക്കോണുകളുടെ തുക കിട്ടുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതേപോലെ ഇങ്ങനെ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ശ്രേണി കണ്ടുപിടിച്ച് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു വെക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു കേസിനെ മാത്രം ചെയ്ത് കാണിക്കാം, ബാക്കിയുള്ളത് നിങ്ങൾ ആ വീഡിയോയിൽ നോക്കുക. അപ്പോൾ ഇവിടെ x = നമുക്ക് എന്നിന് എന്ത് കൊടുക്കാം? 3 കൊടുക്കാം. അപ്പോൾ 3 - 2 × 118 എന്ന് വരും, which is equal to 180. 3 ന്ന് 2 കുറച്ചാൽ 1 × 180 180. സോ ആദ്യത്തെ സം എന്ന് പറയുന്നത് ഇതിൻ്റെ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത്, അതായത് ഇക്വലാറ്ററലിൻ്റെ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് 118 ആയിരിക്കും. അപ്പോൾ 180. സോ 180. ഇനി ഈ കേസിൽ നമ്മൾ ഇവിടെ ഇതിന് n = 4 എന്ന് കൊടുത്തിട്ട്, ഈ സമ്മേഷൻ്റെ ഇക്വേഷനിൽ n = 4 എന്ന് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകക്കോണുകളുടെ തുക കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആൻസർ കിട്ടുന്നത് 316 ആണ്. ഇനി അതേപോലെ n = 5 എന്ന് കൊടുത്താൽ ഇവിടെ 5 വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് 316 514 എന്നാണ്. പിന്നെ n = 6 കൊടുത്ത് നമുക്ക് കിട്ടുന്നത് 720. അപ്പോൾ ഇതാണ് നമ്മുടെ അകക്കോണുകളുടെ തുകകൾ. സോ നമ്മളൊരു സീക്വൻസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ബീജഗണിത രൂപം കാണണം. Therefore xn = x1 + n-1 × d. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. xn = x1 + n-1 × d. ഈ x1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ പദം, അതായത് ഫസ്റ്റ് ടേം.
ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ പൊതുവ്യത്യാസം. എങ്ങനെയാണ് പൊതുവ്യത്യാസം കാണുക? ഒരു പദത്തിൽ നിന്നും അതിൻ്റെ തൊട്ട് പുറകിലുള്ള പദം കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. 316 മൈനസ് 180. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 180. അതേപോലെ ഇതിൽ ഏത് പദങ്ങൾ തമ്മിൽ കുറച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് 118 ആയിരിക്കും. സോ ഇവിടുത്തെ ഡി എന്ന് പറയുന്നത് x1 എന്ന് പറയുന്നത് 118 ആണ്, ആൻഡ് ഡി എന്ന് പറയുന്നതും 118 ആണ്. സോ x1 therefore xn ഈക്വൽ ടു x1ൻ്റെ വാല്യൂസ് കൊടുക്കാം. 118 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 118 വിച്ച് ഇസ് ഈക്വൽ ടു 118 പ്ലസ് ഈ ബ്രാക്കറ്റ് മാറ്റി കൊടുക്കാം. 118 ഇൻറ്റു n മൈനസ് 118 ഇസ് ഈക്വൽ ടു 118n. അപ്പോൾ ഇതാണ് xn എന്ന് പറയുന്നത്. therefore xn ഈക്വൽ ടു 118 ഇൻറ്റു n. അപ്പോൾ നമ്മുടെ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? തുക എന്ന് പറയുന്നത് 118, 316, 514 എന്ന സീക്വൻസ് കിട്ടി. ഇതിൻ്റെ ബീജഗണിതമാണ് xn ഈക്വൽ ടു 118 ഇൻറ്റു n. അപ്പോൾ നെക്സ്റ്റ് നമ്മളോട് പുറം കോണുകളുടെ തുക കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം ഒരു റെഗുലർ പോളിഗണിൻ്റെ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും 316 ആയിരിക്കും. അത് എല്ലാ കേസിലും ഇവിടെയും 316 ആണ്, സ്ക്വയറിൻ്റെ കേസിലും 316 ആണ്. എല്ലായിടത്തും ഒരു റെഗുലർ പോളിഗണിൻ്റെ പുറം കോണുകളുടെ തുക, അതായത് സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഈക്വൽ ടു 316 ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു സീക്വൻസ് ആണ് കിട്ടുക. 316, 316, 316. അപ്പോൾ ഇതിൻ്റെ ഏത് ടേം എടുത്താലും അതെന്തായിരിക്കും? 316 ആയിരിക്കും. therefore അതിൻ്റെ xn, അതായത് എൻ്റെ എന്താണ് ബീജഗണിത രൂപം എങ്ങനെ എഴുതാം? xn ഈക്വൽ ടു 316. nth ടേമും എന്തായിരിക്കും? 316 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ xn ഈക്വൽ ടു 316. നെക്സ്റ്റ് ഒരു അകക്കോണിൻ്റെ അളവ്. അപ്പോൾ ഈ ഓരോന്നിൻ്റെയും ഒരു അകക്കോണിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം തുക അറിയാം, അതിൻ്റെ നമ്പർ ഓഫ് സൈഡും അറിയാം. അതായത് ഇതിൻ്റെയൊക്കെ അകക്കോണുകളുടെ തുക നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതേപോലെ ഇതിന് എത്ര നമ്പർ ഓഫ് സൈഡുകൾ ഉണ്ടെന്നും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു അകക്കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? അതായത് തുക ഡിവൈഡഡ് ബൈ, അതായത് തുക ഹരിക്കണം എന്ത് ചെയ്താൽ മതി? അതിൻ്റെ നമ്പർ ഓഫ് സൈഡ് എത്രയുണ്ട് എന്ന് ചെയ്താൽ പോരെ ഒരു അകക്കോണിൻ്റെ അളവ് കിട്ടാൻ. സോ ഈ കേസിൽ എന്ത് വരും? ഇവിടുത്തെ തുക എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് 118 ആണ്. ഈ അകക്കോണുകളുടെ തുക 118 ആണ്. അകക്കോൺ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതാണ് അകക്കോണ് അല്ലേ? ഈ ഉള്ളത്തെ ഒരു കോണിനെയാണ് നമ്മൾ അകക്കോൺ എന്ന് പറയുന്നത്. ഒരു അകക്കോണിൻ്റെ അളവ് കാണാൻ ഇതിൻ്റെ തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് വരും? ഇതിൻ്റെ തുക 118 ആണ്. 118 ഡിവൈഡഡ് ബൈ 3. സോ 118 ഡിവൈഡഡ് ബൈ 3. ഇവിടെയോ ഇതിൻ്റെ തുക നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ഇതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ 316 ആണ്, ഡിവൈഡഡ് ബൈ 4, നമ്പർ ഓഫ് സൈഡ് 4. ഇനി ഇതിൻ്റെ തുക 514 ഡിവൈഡഡ് ബൈ 5. ഇവിടെയാണെങ്കിൽ 720 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ ഇത് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ്, അതായത് ഇതാണ് നമ്മുടെ ശ്രേണി. ഇനി ഇതിൻ്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. സോ 118, 316, 540, 720 ഇതാണ് നമുക്ക് ഫസ്റ്റ്. ഇത് തുകകളല്ലേ? ഒരു ഇതിൻ്റെ അകക്കോണുകളുടെ തുകയല്ലേ? ഇതിൻ്റെ ബീജഗണിത രൂപം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 118 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 3, 4, 5, 6 ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സിൻ്റെ ബീജഗണിത രൂപം കണ്ടുപിടിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ 3, 4, 5 ഇങ്ങനെ ഒരു സീക്വൻസിൻ്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക. സിമ്പിളാണ്. x1 പ്ലസ് അതായത് xn ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടുത്തെ x1 എന്താണ്? 3 ആണ്. ഡി എന്ന് പറയുന്നത് 1 ആണ്, അതായത് പൊതുവ്യത്യാസം. അതുകൊണ്ട് xn ഈക്വൽ ടു 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താണ്? 1 വിച്ച് ഇസ് ഈക്വൽ ടു ഇത് വരും 3 പ്ലസ് ബ്രാക്കറ്റ് മാറ്റി കൊടുത്താൽ n മൈനസ് 1 എന്ന് വരും. 3യിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 2 പ്ലസ് n എന്ന് കിട്ടും.
അപ്പോൾ ഇതിൻ്റെ ഇത് ഈ സീക്വൻസിൻ്റെ ബീജഗണിത രൂപമാണ് എന്ത്? xn ഈക്വൽ ടു 2 + n എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഇതിൻ്റെ ഈ സീക്വൻസിൻ്റെ ബീജഗണിത രൂപം, അതായത് ഓൾജിബ്രൈക് ഫോം എന്ത് വരും? therefore xn ഈക്വൽ ടു, അപ്പോൾ ഇതിൻ്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 118 n ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സീക്വൻസിൻ്റെ ബീജഗണിത രൂപം, അതായത് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ 118 × n ആണ്. ഈ സീക്വൻസിൻ്റെ 2 + n ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈ സീക്വൻസിൻ്റെ എങ്ങനെ എഴുതാം? 118n ഡിവൈഡഡ് ബൈ 2 + n. അപ്പോൾ ഇതാണ് ഈ സീക്വൻസിൻ്റെ ബീജഗണിത രൂപം. അടുത്തത് ഒരു പുറംകോണിൻ്റെ അളവ്. അപ്പോൾ പുറംകോണുകളുടെ തുക നമുക്കറിയാം, ഓരോന്നിൻ്റെയും തുക നമുക്കറിയാം, എന്താണ്? 316 ആണ്. അതേ ഡിവൈഡഡ് ബൈ അതിനെ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്താൽ നമുക്ക് ഒരു പുറംകോണിൻ്റെ അളവ് കിട്ടും. സൈഡ് കാണുമ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങളും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു പുറംകോണിൻ്റെ അളവ് എങ്ങനെ കാണാം? പുറംകോണുകളുടെ തുക ഡിവൈഡഡ് ബൈ അതിനെ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്താൽ മതി. അപ്പോൾ പുറംകോണുകളുടെ തുക എന്താണ്? 316 ആണ്. സോ 316 ഡിവൈഡഡ് ബൈ അതിനെ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്താൽ മതി. അപ്പോൾ ഈ കേസിൽ 316 ഡിവൈഡഡ് ബൈ 3, ഇവിടെ ആകുമ്പോൾ 316 ഡിവൈഡഡ് ബൈ 4, ഇവിടെ ആകുമ്പോൾ 316 ഡിവൈഡഡ് ബൈ 5, കേസിൽ 316 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ ഇതിൻ്റെ ബീജഗണിത രൂപം, അതായത് xn എങ്ങനെ എഴുതാം? xn ഈക്വൽ ടു 316 ഡിവൈഡഡ് ബൈ 2 + n. ഈ 2 + n എങ്ങനെ കിട്ടിയെന്ന് അറിയാലോ? ഈ സീക്വൻസിൻ്റെ ബീജഗണിത രൂപമാണ്. അതായത് ഇത് നമ്മളിപ്പോൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചതാണ്. 3, 4, 5, 6 എന്ന സീക്വൻസിൻ്റെ ബീജഗണിത രൂപം 2 + n ആണ്. 316 എന്നുള്ളത് പിന്നെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഈ സീക്വൻസിൻ്റെ ബീജഗണിത രൂപം. അപ്പോൾ നമ്മൾ ഓരോ xnന് x1 എന്ന് കൊടുത്താൽ 2 + 1 എന്ന് കിട്ടും. അപ്പോൾ 316 ഡിവൈഡഡ് ബൈ 3. പിന്നെ 316 ഡിവൈഡ് 2 n-ന് 2 സെക്കൻഡ് ടേം കാണാൻ n ഈക്വൽ ടു 2 കൊടുക്കാം. അപ്പോൾ 2 + n, 2 + 2 4 കിട്ടും. 316 ഡിവൈഡ് ബൈ 4. അപ്പോൾ അങ്ങനെ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ഒരു നോട്ട്ബുക്കും പെന്നും എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ മിനിമം ഒരു 2 or 3 times എങ്കിലും ചെയ്ത് നോക്കണം. തേർഡ് ക്വസ്റ്റ്യൻ. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് ആദ്യത്തെ ചിത്രം. ഇതിലെ 3 ചുവന്ന ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. അങ്ങനെയാണെങ്കിൽ ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിൻ്റെ പരപ്പളവ് 1 എന്നെടുത്ത് ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ്? ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഈ 3 ശ്രേണികളുടെയും ബീജഗണിത രൂപം എഴുതുക. സോ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എന്താ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു സമഭുജ ത്രികോണം തന്നിട്ടുണ്ട്. അതായത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡുകളുടെയും ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും. അതുപോലെ അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ നമുക്കിവിടെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു സമഭുജ ത്രികോണം. ഇതിൻ്റെ മധ്യബിന്ദുക്കൾ, അതായത് മിഡ് പോയിന്റ്സ് തമ്മിൽ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. മിഡ് പോയിന്റ്സ്, ഇവിടെ മിഡ് പോയിന്റ് വരും, ഇവിടെ മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന ഒരു ട്രയാങ്കിൾ. വീണ്ടും നമുക്ക് ജോയിൻ ചെയ്ത് നമുക്കൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, അതായത് ഒരു സമഭുജ ത്രികോണം തന്നെയാണ് കിട്ടുക. അപ്പോൾ ആ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന പിക്ചറാണ് നെക്സ്റ്റ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഒരു 3 ട്രയാങ്കിൾസ് കിട്ടും. അതായത് 3 ചുവന്ന ത്രികോണങ്ങളും കിട്ടും. ഇങ്ങനെ ഈ കട്ട് ചെയ്ത് മാറ്റിയൊരു ട്രയാങ്കിളും. സോ ഇതാണ് നെക്സ്റ്റ് പിക്ചർ കാണിച്ചിട്ടുള്ളത്. അതാണ് ഇനി ഈ പിക്ചറിൽ വീണ്ടും ഇവിടെ നമുക്ക് 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്.
വീണ്ടും നമ്മൾ ഇതിൻ്റെ മധ്യബിന്ദുക്കൾ എന്ത് ചെയ്തു, മധ്യബിന്ദുക്കൾ ഇതിലെ 3 ചുവന്ന ത്രികോണ മധ്യബിന്ദുക്കൾ എന്ത് ചെയ്തു, നമ്മൾ യോജിപ്പിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ത്രികോണത്തിന് കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ കിട്ടുന്ന പിക്ചറാണ് ഇവിടെ നെക്സ്റ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും ഒരു 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ വീണ്ടും 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. അതേപോലെ ഇവിടെ 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. ആ ഒരു പിക്ചറാണ് ഇവിടെ നെക്സ്റ്റ് പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ ഈ ചെയ്തതിൽ വീണ്ടും നമ്മൾ ഓരോ ട്രയാങ്കിൾസിൻ്റെയും മിഡ് പോയിന്റ്സ് തമ്മിൽ എന്ത് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ കട്ട് ചെയ്ത് മാറ്റിയതാണ് നെക്സ്റ്റ് ട്രയാങ്കിൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെ 3 പിക്ചേഴ്സ് നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഈ ഒരു പിക്ചർ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ വരച്ചതാണ്, ഇത് ടെക്സ്റ്റ് ബുക്കിലില്ല. അപ്പോൾ ഇങ്ങനെ 3 പിക്ചേഴ്സാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് ഒരു 3 സബ് ക്വസ്റ്റ്യൻസ്, അതായത് 4 സബ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്കത് 1 by 1 ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ഓരോ ചിത്രത്തിലുമുള്ള ചുവന്ന ത്രികോണങ്ങൾ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പിക്ചർ നോക്കൂ. ഇവിടെ 1, 2, 3 3 റെഡ് ട്രയാങ്കിൾസ് ആണ് നമുക്കുള്ളത് ഫസ്റ്റ് പിക്ചറിൽ. നെക്സ്റ്റ് പിക്ചറിലോ ഈ ഒരു റെഡ് ട്രയാങ്കിൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റെഡ് ട്രയാങ്കിൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. അതേപോലെ ഇവിടെയും കട്ട് ചെയ്യുമ്പോൾ ഇവിടെയും 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടും, ഇവിടെയും 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. അപ്പോൾ അങ്ങനെ മൊത്തം 3 + 3 + 3 9. ഇവിടെ 9 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ഇവിടെയാണെങ്കിലോ, ഇവിടെയാണെങ്കിൽ ഈ ട്രയാങ്കിളിനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇതിൽ ഓരോ ട്രയാങ്കിൾസിനെ കട്ട് ചെയ്ത് മാറ്റുമ്പോഴും നമുക്ക് 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. അപ്പോൾ ഇവിടെ 3 3 3 മൊത്തം ഈ ഒരു സെക്ഷനിൽ മൊത്തം 9 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. അങ്ങനെ ഇവിടെയും 9, അതേപോലെ ഈ ഭാഗത്തും ഇവിടെയും 9 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. അപ്പോൾ മൊത്തം 9 + 9 + 9 27 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. സോ 3 9 27 എക്സെട്ര. അപ്പോൾ ഇതാണ് നമ്മുടെ ഓരോ ചിത്രത്തിലുമുള്ള റെഡ് ട്രയാങ്കിൾസ്. സോ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഈ ഒന്നും കട്ട് ചെയ്ത് മാറ്റാത്ത ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഈ നെക്സ്റ്റ് പിക്ചർ ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ പരപ്പളവ് കാണാം. അതായത് ഒരു ചെറിയ റെക്റ്റാങ്കിളിൻ്റെ പരപ്പളവ് ഏരിയ കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയെങ്കിൽ ഇതിനെ നമ്മൾ 4 സ്മോൾ ട്രയാങ്കിൾസ് ആക്കിയിട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിവിടെ 1/4 എന്നായിരിക്കും ഇതിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ വരിക, 4ൽ 1. ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിളിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, 4 ആക്കി കട്ട് ചെയ്ത് 4 ആയിട്ട് 4 ഈക്വലായിട്ട് 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് നമ്മൾ വീണ്ടും കട്ട് ചെയ്യുന്നത്. സോ 1/4 ഓൾറെഡി കട്ട് ചെയ്ത ഈ ഒരു ട്രയാങ്കിളിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, 4 അതായത് 4 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്ത് ഈ ട്രയാങ്കിളെ വീണ്ടും 4 ആക്കി ഡിവൈഡ് ചെയ്യാണ്. സോ ഇതിൻ്റെ ഏരിയ 1/4 ആണ്, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1/4 ആണ്. അപ്പോൾ ഇവിടെയും 1/4. അപ്പോൾ 1/4 × 1/4 വരും ഈ ട്രയാങ്കിളിൻ്റെ, ഈ പിക്ചറിലെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയോ ഓൾറെഡി 1/4 × 1/4 കട്ട് ചെയ്ത ഈ ഒരു ട്രയാങ്കിളിനെ വീണ്ടും 1/4 വരും അതിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. സോ നമുക്കൊന്ന് എഴുതാം. അതായത് ഈ ട്രയാങ്കിളിൻ്റെ 1 എന്ന് എഴുതി, ഇതിൻ്റെ 1/4 ഇതിൻ്റെ ഒരു ഏരിയ, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, പരപ്പളവ് എന്ന് പറയുന്നത് 4ൽ 1 ആണ്, ഒരു ഭാഗം 4ൽ 1. സോ 1/4. ഇനി ഇവിടെ 1/4 ഓൾറെഡി ഉള്ള ട്രയാങ്കിൾ വീണ്ടും 1/4. സോ 1/4 × 1/4
ഇവിടെ ആണെങ്കിൽ 1/4 ഇൻറ്റു 1/4 ഈക്വൽ ടു 1/4 1/16. 4 into 4 16 ഇവിടെ ഒരു 1/4 3 ടൈംസ് ചെയ്യുന്നില്ലേ, സോ 1/64. അപ്പോൾ ഇതാണ് നമ്മുടെ ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ്, അതായത് ഏരിയ. സോ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ പിക്ചറിലെ ആകെ ചുവന്ന ത്രികോണങ്ങളുടെ പരപ്പളവ്, അതായത് ഇതിലെ ചുവന്ന ത്രികോണങ്ങളുടെ പരപ്പളവ് കണക്കാക്കാനാണ്, അതായത് ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മുടെ ഫസ്റ്റ് പിക്ചർ ഇതാണ്. ഇതിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ 4 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്തപ്പോൾ നമുക്ക് 4 ഈക്വൽ ട്രയാങ്കിൾസ് ആക്കി കിട്ടി. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് 1 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടുത്തെ റെഡ് ട്രയാങ്കിളുകളുടെ പരപ്പളവ്, അതായത് ഏരിയ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടുത്തെ 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്, അപ്പോൾ 4ൽ 3 അതായിരിക്കും ഇതിൻ്റെ ഏരിയ വരിക. സോ 3/4. ഇനി ഈ കേസിലോ, ഇവിടെ നമ്മൾ ഈ ഓരോ ട്രയാങ്കിൾസ്, ഈ ട്രയാങ്കിൾ നമ്മൾ വീണ്ടും 3 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. ഇതിനെയും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. ഇതിനെയും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. സോ ഇവിടെ ഇതിൻ്റെ ഈ പിക്ചറിലെ ത്രികോണങ്ങളുടെ റെഡ് ട്രയാങ്കിൾസിൻ്റെ പരപ്പളവ് എന്തായിരിക്കും വരിക? ഓൾറെഡി 3/4 ആയിട്ട് കട്ട് ചെയ്ത ഈ ഒരു 3/4 ആണ് ഇതിനെ, വീണ്ടും 3/4 വരും. സോ 3/4 ഇൻറ്റു 3/4. ഇവിടെയോ ഇതേപോലെ സെയിം തന്നെയാണ്. ഈ ഓരോ ട്രയാങ്കിൾസിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. സോ ഇതേ 3/4 ഓൾറെഡി ചെയ്ത ട്രയാങ്കിൾ വീണ്ടും 3/4 ഇൻറ്റു 3/4 വരും ഇതിൻ്റെ പരപ്പളവ്, ഇവിടുത്തെ റെഡ് ട്രയാങ്കിൾസിൻ്റെ പരപ്പളവ്. സോ 3/4 ഇൻറ്റു 3/4 ഇൻറ്റു 3/4, അതായത് 3/4 ഇങ്ങനെ എടുത്തെഴുതാം. നെക്സ്റ്റ് 3 into 3 9, 4 into 4 4 into 4 എത്രയാണ്? 16. സോ 9/16. നെക്സ്റ്റ് 3 into 3 into 3 27 വരും, ഡിവൈഡഡ് ബൈ 4 into 4 into 4 64 എക്സെട്ര. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പിക്ചറിലെ ചുവന്ന ത്രികോണങ്ങളുടെ പരപ്പളവ്, അതായത് ഏരിയ. അപ്പോൾ നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമുക്കിപ്പോൾ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ നമുക്കിവിടെ കുറച്ച് സീക്വൻസുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബീജഗണിത രൂപം, അതായത് ഓൾജിബ്ര കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ശ്രേണി അഥവാ ഫസ്റ്റ് സീക്വൻസ് ഇതാണ് 3 9 27 എക്സെട്ര. സോ ഇതിൻ്റെ ബീജഗണിത രൂപം എന്തായിരിക്കും വരിക? നമുക്കാദ്യം ഇതിന് നമുക്ക് 3 9 നമുക്ക് എങ്ങനെ എഴുതാം? 3 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 27നെയോ 3 ക്യൂബ് എക്സെട്ര. അപ്പോൾ 3ൻ്റെ പവറായിട്ട് 3ൻ്റെ പവർ 1 3ൻ്റെ പവറുകളായിട്ടാണ് ഈ സീക്വൻസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് xn എന്ന് പറയുന്നത് ഈക്വൽ ടു 3n എന്ന് കൊടുക്കുക. അപ്പോൾ n-ന് 1 കൊടുത്താൽ 3 വരും 3. ഇനി n-ന് 2 കൊടുത്താൽ 3 9, ആൻഡ് n-ന് 3 കൊടുത്താൽ 3 ക്യൂബ് 27. ദർഫോർ ഈ സീക്വൻസിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് xn ഈക്വൽ ടു 3n ആണ്. ഇനി അടുത്ത ശ്രേണി, നെക്സ്റ്റ് ശ്രേണി 1 1/4 1/16 1/64 എക്സെട്ര ഇതാണ്. സോ 1 എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ നമുക്ക് 1 എന്ന് തന്നെ ഇടാം. ദെൻ 1/4 നെക്സ്റ്റ് ടേം എന്താണ്? 1/16. അത് നമുക്ക് ഇങ്ങനെ എഴുതാം 1/4 എന്ന് എഴുതാം. അതായത് 4ൻ്റെ പവറാണ്, 4ൻ്റെ സ്ക്വയർ ആണ് 16 എന്നുള്ളത്. 1/4 സ്ക്വയർ എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് ടേം 1/4 ക്യൂബ്. 4 into 4 into 4
4ന് 3 ടൈംസ് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് 64 കിട്ടുന്നത്. സോ 1/4 ക്യൂബ്. അപ്പോൾ 1/4 1/4 സ്ക്വയർ 1/4 ക്യൂബ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം ഈ സീക്വൻസിനെ? ഇതിൻ്റെ xn ഈക്വൽ ടു 1/4 ഓൾ റേസ് ടു n-1 എന്ന് എഴുതാം. അതായത് നമ്മൾ നോക്കാം, എക്സിന് നമ്മൾ ആദ്യം n ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. എന്നിന് 1 കൊടുത്ത് നമുക്ക് x1 ഫസ്റ്റ് ടേം കിട്ടും. x1 ഈക്വൽ ടു 1/4. ഇവിടെ എന്നിന് 1 കൊടുത്ത് 1 - 1 0 ആണ് വരിക. സോ 1 പവർ 0 ആൻഡ് 4 പവർ 0 1 എന്താണ് വരിക? ഈക്വൽ ടു 1 ആണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇതിൻ്റെ പവർ 0 ആണെങ്കിൽ അത് 1 ആയിരിക്കും. സോ ഇത് 1 എന്ന് വരും. അതേപോലെ x2 ഈക്വൽ ടു നമ്മളെന്താണ് എന്നിന് 2 എന്ന് കൊടുക്കുകയാണ്. സോ നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മൾ എന്നിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 1/4 ഓൾ റേസ് ടു എന്നിന് 2 കൊടുത്താൽ 2 - 1 ഈക്വൽ ടു 1/4. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായി കാണാം. അൺടിൽ ദെൻ ബൈ ബൈ. ഇങ്ങനെ ആൻസർ ഇപ്പോൾ നെക്സ്റ്റ് ടേം 1/4 കിട്ടി. ഇതേപോലെ നമ്മൾ എന്നിന് 3 കൊടുക്കുമ്പോൾ നമുക്ക് n ഈക്വൽ ടു 3 കൊടുത്താൽ x3 കിട്ടും. x3 എന്ത് വരും? 1/4 ഓൾ റേസ് ടു 3 - 1 ഈക്വൽ ടു 1/4 ഓൾ റേസ് ടു സ്ക്വയർ ഈക്വൽ ടു 1/4 സ്ക്വയർ. തേർഡ് ടേം കിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനെ എന്നിന് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോഴും നമുക്ക് ഈ സീക്വൻസിൽ ഓരോ വാല്യൂസ് കിട്ടും, nth ടേം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്. xn ഈക്വൽ ടു 1/4 ഓൾ റേസ് ടു n-1 ആണ്. അപ്പോൾ നെക്സ്റ്റ് ശ്രേണി, നെക്സ്റ്റ് സീക്വൻസ് ഇതാണ്. 3/4 9/16 27/64. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇനി ഇതിൻ്റെ ബീജഗണിത രൂപം, അതായത് ഓൾജിബ്ര കണ്ടുപിടിക്കണം. സോ മേലത്തെ ഇതിൻ്റെ ന്യൂമറേറ്ററുകൾ നോക്കൂ. 3 9 27 ആണ്. ഈ ഒരു സീക്വൻസ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സീക്വൻസ് ഇങ്ങനെയായിരുന്നു 3 9 27. അതിന് നമുക്ക് എന്താണ് കിട്ടിയത്? 3 9 27 എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ നമുക്ക് എന്തായിരുന്നു സീക്വൻസിൻ്റെ ഇത് കിട്ടിയത്? ഓൾജിബ്ര xn ഈക്വൽ ടു 3 റേസ് ടു n എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇതിൻ്റെയോ ഡിനോമിനേറ്റേഴ്സിൻ്റെ 4ൻ്റെ പവറുകളാണ്. അതായത് 4 റേസ് ടു n ആണ്. അതായത് ഇതിൻ്റെ xn എന്ന് പറയുന്നത് 4 റേസ് ടു n ആണ്. സോ നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ ഓൾജിബ്ര എന്ന് പറയുന്നത്, അതായത് nth ടേം എന്ന് പറയുന്നത് xn ഈക്വൽ ടു 3 റേസ് ടു n/4 റേസ് ടു n ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 3/4 ഓൾ റേസ് ടു n. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഇക്വേഷൻ, അതായത് ഓൾജിബ്രായിക് ഫോം ഓർ ശ്രേണികളുടെ ബീജഗണിതം എന്ന് പറയുന്നത് 3/4 ഓൾ റേസ് ടു n ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായി കാണാം. അൺടിൽ ദെൻ ബൈ ബൈ.